രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് നിപ്പാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ കേട്ടോ. കണ്ണിലിങ്ങനെ നിൽക്കാന്ന് പറയത്തില്ലേ, അതേപോലെ ഒരു അവസ്ഥയായിരുന്നു. മോളാണെങ്കിൽ ഇന്നലെ രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണർന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. വീട് മാറിയതിൻ്റെ ആണോ എന്ന് അറിയത്തില്ല. രാത്രിയിൽ ഇങ്ങനെ മറ്റേത് അങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ ഉണർന്നിരുന്ന് അങ്ങനെ കരയാറില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ അവളങ്ങ് ഉറങ്ങിക്കൊള്ളൂ കേട്ടോ. പക്ഷേ ഇന്നലെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ എടുത്ത് ഫീഡ് ചെയ്യും, പിന്നെ ഉറക്കും, പിന്നെയും കിടത്തും, പിന്നെ അവൾ കരയും, പിന്നെയും ഞാൻ എഴുന്നേക്കും. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ തന്നെ ആയിരുന്നു. അങ്ങനെ എന്തായാലും രാവിലെ പിന്നെ ഞാനിങ്ങനെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് അമ്മ ഇവിടെ രാവിലത്തെ കാപ്പിക്കുള്ളതെല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കലത്തേക്കുള്ളതും ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പുട്ടും മുട്ടക്കറിയായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലത്തെ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിന്നെ ഒന്ന് കഴുകി വെച്ചു. നമ്മൾ ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഉച്ചക്കലത്തേക്കുള്ള കറിക്കുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ പിന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. കേരമീനായിരുന്നു കേട്ടോ. അച്ഛൻ വാങ്ങിച്ച് വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി എടുത്ത് ഇന്ന് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പിന്നെ അമ്മ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എല്ലാം വൃത്തിയാക്കി വെച്ചൊക്കെ ജസ്റ്റ് കട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. കട്ട് ചെയ്ത് ഒന്നും കൂടെ കഴുകി വരിയാൽ മതി. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പിന്നെ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, കണ്ണ് നല്ല രീതിയിൽ പുകഞ്ഞിട്ട് വയ്യായിരുന്നു. ചില ഉള്ളിക്ക് വലിയ പുകച്ചിലൊന്നും കാണത്തില്ല, നമുക്ക് കണ്ണൊന്നും അങ്ങനെ എരിയത്തില്ല. പക്ഷെ ചിലത് ഭയങ്കര പുകച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര പുകച്ചിലാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഒട്ടും പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മളങ്ങനെ വലുതായിട്ട് അടുക്കളയിലൊന്നും അങ്ങനെ കയറിയിട്ടില്ലല്ലോ. ഞാൻ ഈ ഡെലിവറിക്ക് ശേഷം അങ്ങനെ അടുക്കളയിലൊന്നും കുക്ക് ചെയ്യാൻ അധികം കയറുന്നില്ല. ഇപ്പോൾ 1-2 വട്ടം അങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് കയറിയതേ ഉള്ളൂ. അപ്പം തന്നെ നല്ല ബുദ്ധിമുട്ടും വേദനയായതുകൊണ്ട് അമ്മ പറഞ്ഞു, നീ കുറച്ച് നാളും കൊണ്ട് റെസ്റ്റ് എടുക്കുക, നീ പതിയെ എന്തെങ്കിലും ചെയ്ത് തുടങ്ങിയാൽ മതി, ഒറ്റയടിക്ക് കയറണ്ടെന്ന് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അല്ലെങ്കിലും ഒറ്റയടിക്ക് കയറിയാൽ ചിലപ്പോൾ പണി കിട്ടും. ഇതിന് മുന്നേ എനിക്കിങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ജോലി ചെയ്തപ്പോഴത്തേക്ക് ശരീരത്തൊക്കെ നീർക്കെട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയാണ് ആ നടുവേദനയും കാര്യങ്ങളൊക്കെ എനിക്ക് പിന്നെ വേറെ പ്രശ്നങ്ങളായിട്ട് മാറിയത് തന്നെ ആ ഒരു സമയത്തായിരുന്നു. അതിന് ഉണർത്തണം, മരുന്ന് കൊടുത്തില്ല, 12 മണിയാവുന്നു. രാവിലെ തന്നെ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യക്കുട്ടനെ ആണെങ്കിൽ ഞങ്ങൾ എടുക്കാൻ മാറി നോക്കുന്ന, അവൻ വരുന്നതേ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പേടിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മളെ കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ കണ്ടിട്ട് തന്നെ കുറേ നാളായി, അതുകൊണ്ട് ഓർമ്മ കാണത്തുമില്ല കുഞ്ഞിനെ. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്നില്ല. ചിരിച്ച് കാണിക്കും, പക്ഷേ എടുക്കാൻ പോകുമ്പോൾ അവൻ പേടിച്ചിരുന്ന് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നിർബന്ധം പിടിച്ച് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം മോൾക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോഴത്തേക്ക് നോക്കൂ കരയുക, പേടിച്ചിട്ട് കരയുന്നത്. ആദ്യക്കൂട്ടെ ഇന്ന് ഫുള്ള് വാശിയിലാണ് കേട്ടോ. ഒന്ന് പോയി എടുക്കാനോ ഒന്നും അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. എങ്ങനെയും നിർബന്ധം പിടിച്ച് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എടുക്കാൻ പോകുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ മോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ ഞാൻ കൊണ്ടുപോയി കുളിപ്പിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതാ തുണി കഴുകാനുണ്ടായിരുന്നേ. തുണി കഴുകാൻ വന്നപ്പോഴാട്ടോ അവിടെ ശംഖുപുഷ്പം നിൽക്കുന്നുണ്ട്. ഒറ്റ ഇതിലുടെ അല്ലേ നമ്മൾ കണ്ടുള്ളൂ. പക്ഷേ ഇത് നല്ല ഇങ്ങനെ അടുക്കാട്ടോ, നല്ല രസമുണ്ടായിരുന്നു. മറ്റേ വയലറ്റ് ഷെയ്ഡിലുള്ളത്. അതിൻ്റെ വിത്തുണ്ടോ എന്ന് നോക്കിയിട്ടോ, പക്ഷെ കിട്ടിയില്ല. അവിടെയൊക്കെ നോക്കിയിട്ടും അതിൻ്റെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. ഇനി ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തുണി കഴുകിയിട്ടൊക്കെ കയറി വന്നപ്പോഴത്തേക്ക് മോള് പിന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഒന്ന് ഉറക്കി കിടത്തിയിട്ടാട്ടോ ഞാൻ പോയത്. ചേട്ടാ കുമ്മൂത്ത് ആദ്യക്കൂട്ടം കയ്യിലിരുന്ന് ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യട്ടോ. നമ്മൾ എടുക്കാൻ പോകുമ്പോഴാണ് അവൻ ഡേഞ്ചർ ആകുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഉച്ചക്കലത്തേക്ക് ഫുഡ് കഴിക്കാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നു. മീനും കൂടെ വറുത്തെടുത്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പം മീൻ വറുത്തതും മീൻകറിയും അവിയലും ചീനി വേവിച്ചതും ഒക്കെ ആയിരുന്നു ഉച്ചക്കലത്തെ ഫുഡ്. അവിടെ മറ്റേ ഇത് കുഴിനകമെന്ന് ചോദിച്ചാൽ കുഴിനകമൊന്നും അല്ല. പക്ഷേ ഈ ഒരു നഖത്തിൻ്റെ 2 സൈഡിലായിട്ട് ഭയങ്കര വേദന കേട്ടോ. ഈ നഖം താന്ന് ഇറങ്ങുന്നതിൻ്റെ ആണോ എന്ന് അറിയത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ ചുമന്ന് പൊങ്ങിയിരിക്കുകയാണ്. ചെറുതായിട്ട് പഴുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ അവിടെ ഇടിക്കുകയും കൂടി ചെയ്യുമ്പോഴത്തേക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു വയ്യായ്ക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അവിടെ തന്നെ എവിടെയെങ്കിലും ചെന്ന് ഇടിക്കും.
എനിക്ക് മിക്കപ്പോഴും ഉള്ളൊരു അനുഭവം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വന്നു. മോളെ പിന്നെ അമ്മ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യക്കുട്ടനാണെങ്കിൽ അമ്മയുടെ കയ്യിലും പോകുന്നില്ല കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഇന്നലെ വരെ അമ്മയാണ് അവനെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അവൻ്റെ പ്ലാനൊക്കെ അങ്ങ് മാറി. അമ്മയുടെ കയ്യിലും പേടിച്ചിട്ട് പോകുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ ഞങ്ങൾ കുറച്ച് നേരം കാര്യം പറഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അനിയത്തി ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. മോൾക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ആ വൈറ്റ് ഡ്രസ്സ്. അത് കഴിഞ്ഞ് ഒരു ഡ്രസ്സ് ഞാൻ ഓൺലൈൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ അഡ്രസ്സിലാട്ടോ കൊടുത്തിരുന്നത്. കാരണം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ വന്ന ആരും ഇല്ലല്ലോ മേടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇവിടുത്തെ അഡ്രസ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡേറ്റ് നോക്കിയിട്ട്. ഈ ഒരു ടോപ്പാണ് കേട്ടോ. വലിയ റേറ്റൊന്നും ഇല്ല, പക്ഷേ കൊള്ളാം കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലായിരുന്നേ. ചെറുതായിട്ടൊന്ന് ഷേപ്പ് പിടിച്ചാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ വെച്ചതിന് ശേഷം പിന്നീട് ഞങ്ങൾ കുറച്ച് നേരം കിടക്കൊക്കെ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ഇവിടെ ഇരിക്കണം കേട്ടോ. അങ്ങനെയൊന്നുമില്ല, എവിടെയെങ്കിലും പാലും വെള്ളം തന്നാൽ മതി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ എന്താ കടയിലൊന്ന് പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മോളെ അമ്മയുടെ കൊടുത്തിട്ടാട്ടോ അങ്ങോട്ട് പോയത്. കൊണ്ടെടുത്തോ എന്തേലും ഇടറേ. അങ്ങനെ കടയിൽ പോയിട്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അനിയത്തിക്ക് ഒരു ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാമിനെ നോക്കാനോ മാമിനെ അമ്മ എന്ത് മക്കളെന്നോ. അമ്മ എന്റെ അമ്മയാണെന്ന് അറിയാത്ത കൈ ഞാൻ പോത്തില്ലെന്ന്. ഉമ്മ തന്നെ മാമിക്ക്. അയ്യോ, അവനെ ഒന്ന് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. എങ്ങനെയൊക്കെയോ ഞാനിന്ന് എടുക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കുളിക്കാൻ പോയി. കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഇതാ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാത്രിയിലേക്ക് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അനിയത്തി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളാണ് അങ്ങനെ പിന്നെ ഇതാ എനിക്ക് ചിക്കൻ കറിയൊക്കെ വെക്കുന്നുണ്ട്. ജോലി ബുദ്ധിമുട്ടും പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രാത്രിയിലുള്ള ആ ഒരു ചെറിയ ചെറിയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ കരയും, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരുടെ കയ്യിലും പോകുന്നുണ്ട്. ഇനി ഇവളും ആ ഒരു അറിയാറൊക്കെ ആയി വരുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കിപ്പോൾ നല്ല ടെൻഷനുണ്ട്. ഇനി എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ പോവാതെ ഇങ്ങനെ നിർബന്ധം പിടിച്ചിരിക്കുമെന്ന് തന്നെ. അങ്ങനെ പിന്നെ ഇതാ രാത്രിയിലേക്ക് നമ്മൾ പിന്നെ പൊറോട്ടയും ചപ്പാത്തിയൊക്കെ വെളിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറി ഇവിടെ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ചീനിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിൽ നിന്ന് ഇത്തിരി എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. പുറത്ത് പകർത്ത് പെയ്യുകയാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും കൊണ്ടിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നേ. പിന്നെ ആദ്യക്ക് വാങ്ങിച്ച ഡ്രസ്സ് ഇപ്പോഴാണ് കേട്ടോ ഞങ്ങൾ കൊടുക്കുന്നത്. അവന് നല്ല വലുതാണ് കേട്ടോ. 1 വയസ്സിനുള്ള ഡ്രസ്സാണ് വാങ്ങിച്ചത്. അവന് 1 വയസ്സായില്ല, ഇനി 2 മാസം കൂടി ഉണ്ട്. എന്നാലും പിന്നെ വലുതായി വരുമല്ലേ, അതുകൊണ്ട് കുറച്ച് വലിയ ഡ്രസ്സ് വാങ്ങിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ഇതാ മോൾക്ക് ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് അപ്പച്ചിയുടെ മോൻ വന്നപ്പോൾ വാങ്ങിച്ച് കൊടുത്തിരുന്നതാണ് കേട്ടോ. നേരത്തെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ വാങ്ങിച്ച് കൊടുത്തിരുന്നതാണ്. നമ്മൾ പിന്നെ ഇപ്പോഴാണല്ലോ ഇങ്ങോട്ട് വന്നത്. അപ്പോഴത്തേക്ക് ഇതായിരുന്നു കേട്ടോ മോൾക്ക് കിട്ടിയ ഡ്രസ്സ്. നല്ല രസമുണ്ടല്ലേ, ക്യൂട്ടായിട്ടുള്ളതാട്ടോ. ഇത് മോൾക്ക് കറക്റ്റ് പരുവായിരിക്കും. ഇപ്പോൾ ഇടാൻ പറ്റും കേട്ടോ. അച്ഛനിങ്ങനെ പറയായിരുന്നു ഇപ്പോൾ ഇടാൻ പറ്റും, ഇത്തിരി വലുതായി കഴിഞ്ഞാൽ പിന്നെ ഇടാൻ പറ്റത്തില്ല എന്നൊക്കെ. അങ്ങനെ ഇതാ ഹനിയത്തിക്കുള്ള ഡയറി മിൽക്ക് കൊടുത്തു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഡയറി മിൽക്ക് വാങ്ങിച്ചത്. ഇതിൽ കൊച്ചു പിള്ളേരെ പോലെ ആയിരുന്നു കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞൊക്കെ ആയെന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ മനസ്സിനകത്ത് ഇപ്പോഴും അവളായ എൻ്റെ ഒരു കുഞ്ഞനീത്തിയെ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, see you.